സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1. എല്ലാവരും എഴുതണേ. സൈൻ സ്ക്വയർ തീറ്റ എന്തോ വരും? 1 minus cos square theta. കോസ് സ്ക്വയർ തീറ്റയോ? 1 minus sin square theta. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതല്ലേ? എളുപ്പമല്ലായിരുന്നോ? എന്തോ പറ്റി എല്ലാവർക്കും? എല്ലാവരും സങ്കടത്തോടിരിക്കുന്നേ. 10ാം ക്ലാസ് എന്ന് പറയുന്ന വലിയ കടമ്പ കഴിഞ്ഞല്ലേ ഇങ്ങോട്ട് വന്നത്. ഉത്സാഹത്തോടിരിക്കണ്ടേ? അല്ല ടീച്ചറെ, ഈ സൈനും കോസും ടാനും ഒക്കെ എന്തിനാണ് ഞങ്ങൾ പഠിക്കുന്നത്? അതെ ടീച്ചറെ, +1 പുസ്തകത്തിലെ കണക്ക് കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. ഇതൊക്കെ പഠിച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടാനാ? ഏരിയ ഓഫ് ക്യൂബ് എന്തുവാ? 6a square. ഉറക്കെ പറഞ്ഞേ. 6a square. ഏരിയ ഓഫ് ക്യൂബ് ഈക്വൽ ടു 6a സ്ക്വയർ. എ എന്തുവാ? Side. അതെ, എ ഈസ് ഈക്വൽ ടു സൈഡ് ആണ്. ടീച്ചറെ, ഒന്ന് ഇങ്ങോട്ട് വരുമോ? എന്താ ടീച്ചറെ? ടീച്ചർ ഒന്ന് നോക്കിക്കേ. ടീച്ചറിൻ്റെ ഹസ്ബൻഡ് ചിട്ടി കമ്പനി എത്തിയത് മോഷണമെന്നൊക്കെ എന്നിട്ട് കേൾക്കുന്നത്. കുറേ ആളുകളൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നു. എന്താ ടീച്ചറെ പ്രശ്നം? ടീച്ചർ വല്ലതും അറിഞ്ഞോ? ടീച്ചറിൻ്റെ ഹസ്ബൻഡിനെ ഒന്ന് വിളിച്ചന്വേഷിക്കുക. നിക്ഷേപകർ വളരെ വിഷമത്തോടെയും അങ്കലാപ്പിലോടെയും കൂടെയാണ് നിൽക്കുന്നത്. നമുക്ക് ഒരാളോട് ചോദിക്കാം. പറയൂ ചേച്ചി, എന്താണ് ഇവിടെ സംഭവിച്ചതിനെ കുറിച്ച് പറയാനുള്ളത്? എന്തോ പറയാനാ മോളെ, രാവും പകലും കഷ്ടപ്പെട്ട് കൂട്ടി വെച്ചതായി ഇപ്പോൾ ഈ ചിട്ടിപ്പെടുത്തത്തിന് ഇല്ലാതായത്. എൻ്റെ മോളുടെ കല്യാണം നടത്താനുള്ള പൈസയായിരുന്നു. ഞാൻ ഇനി അവളെ എങ്ങനെ കെട്ടിക്കും? നിങ്ങൾ തന്നെ പറ, ഇനി എങ്ങനെ ഞാൻ അവളുടെ കല്യാണം നടത്തുന്നത്? ചേച്ചിക്ക് അറിയാമല്ലോ, ഇവിടുത്തെ ഒരു എംപ്ലോയി തന്നെയാണ് ഈ കുറ്റകൃത്യം ചെയ്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അതിനെപ്പറ്റി ഞാൻ എന്ത് പറയാൻ? ആ കള്ളനെ പിടിച്ച് പണത്തിന് കാവലെടുത്താൽ പിന്നെ ഇതല്ലേ സംഭവിക്കും? ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ടവർക്കല്ലേ നഷ്ടം സംഭവിച്ചത്. ഇതിന് ഞങ്ങൾക്ക് നീതി ലഭിച്ചേ പറ്റൂ. എനിക്കൊന്നും വയ്യ കഴിക്കാൻ. പണം കൊടുക്കുന്ന കാര്യം ആലോചിക്കുമ്പോഴാണ് 40 ലക്ഷം രൂപ ഞാൻ എവിടെ നിന്ന് എടുത്ത് കൊടുക്കും? എൻ്റെ കുറച്ച് സ്വർണ്ണമുണ്ട്. 40 ലക്ഷം രൂപയ്ക്കൊന്നും കാണത്തില്ല. തൽക്കാലം അത്യാവശ്യക്കാർക്ക് വേണ്ടി കൊടുക്കാൻ കാണും. ഇത് നിങ്ങൾ കഴിക്കേ. വിശന്നിരുന്നിട്ട് ഇതിനൊരു പരിഹാരം കാണാൻ പറ്റില്ലല്ലോ. ശരിയാ മോനെ, ഒന്ന് മനസ്സ് വെച്ചാൽ തീർക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. മോൻ കഴിക്കും. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഓരോ പ്രശ്നങ്ങൾ വരുന്നത്. ഞാൻ ഓർക്കുമായിരുന്നു, ഇവൻ്റെ അമ്മമ്മ പണ്ട് 60 പവനോളം സ്വർണം കുഴിച്ചിട്ടെന്ന് പറയുന്നു. ഉള്ളതാണോ എന്തോ, സത്യമായിരുന്നെങ്കിലെന്ന് ആശിച്ചു പോകും. സ്വർണം കുഴിച്ചിട്ടെന്നോ? ഒന്നും മിണ്ടായിരിക്കമ്മേ. എൻ്റെ സമാധാനം പോയിരിക്കുമ്പോഴേ ഓരോരോ കഥ പറച്ചില്ലേ. അമ്മ പറയമ്മേ, ഈ സമയത്തൊരു കഥയെങ്കിലും കേട്ട് ആശ്വസിക്കാമല്ലോ. ഇവൻ്റെ അമ്മമ്മ പണ്ട് അപ്പൂപ്പനെ എടുക്കാതിരിക്കാൻ ചെയ്തതാ. അപ്പൂപ്പന് സർക്കാർ ജോലിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ബിസിനസ് ചെയ്യാൻ വലിയ കമ്പമായിരുന്നു. അങ്ങനെ കല്യാണത്തിന് മുമ്പേ കുറേ ബിസിനസ് ചെയ്തെല്ലാം പൊട്ടി പാളീസായ കാര്യം അമ്മമ്മയ്ക്ക് അറിയായിരുന്നു. ഇനി അമ്മമ്മയ്ക്ക് സ്ത്രീധനം കിട്ടിയ സ്വർണവും കൊണ്ടുപോയി ബിസിനസ് ചെയ്തെല്ലാം ദൂർത്തടിച്ച് കളയുമെന്ന് പറഞ്ഞ് അമ്മമ്മ അത് അപ്പൂപ്പനറിയാതെ നമ്മുടെ തെക്കടത്തെ പറമ്പിൽ കുഴിച്ചു. അമ്മമ്മ അന്നത്തെ ഒരു കണക്ക് ടീച്ചറായിരുന്നു. കുഴിച്ചിട്ട സ്ഥലം മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഡയറിയിൽ ഒരു അടയാളമൊക്കെ വെച്ചിരുന്നു. കഷ്ടകാലത്തിന് അമ്മമ്മയ്ക്ക് അധികം വൈകാതെ അൽഷിമേഴ്സൊക്കെ വന്ന് എല്ലാം മറന്നുപോയി. ആ അടയാളമൊക്കെ വെച്ച് ഇവൻ്റെ അച്ഛൻ കുറേ അന്വേഷിച്ച് നടന്നതാണ്. പക്ഷെ ഒരു ഫലവും ഉണ്ടായില്ല. ഇനി കുട്ടികളെ പറ്റിക്കാൻ ഉണ്ടാക്കിയ ഒരു കഥയായിരിക്കും. നീ അപ്പോഴേക്കും വിശ്വസിച്ചോ? ഇതൊന്നൊരു തെളിവില്ലാത്ത കാര്യങ്ങളല്ലേ. നിനക്കതൊന്ന് റാഷനായിട്ടൊന്ന് ചിന്തിച്ചുകൂടെ? എന്തിൻ്റെ കാര്യത്തിനായാലും അത് തെരഞ്ഞു പോകാനൊരു ത്വര വേണം. അതാ ഞാൻ എൻ്റെ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അതെന്താ, നീ കണക്കല്ലേ പഠിപ്പിക്കുന്നത്? അതല്ല, ഇതും കണക്കിൻ്റെ ഒരു ഭാഗം തന്നെ അല്ലേ. നിങ്ങളുടെ അച്ഛനും ഇത് കുറേ തെരഞ്ഞെന്നല്ലേ പറഞ്ഞേ?
അത് ഞാൻ കുട്ടിയായിരിക്കുമ്പോഴായിരുന്നു ഒരു ക്രിസ്മസ് സമയത്ത് അമ്മയുടെ ഡയറി വെച്ച് അച്ഛനത് ഒരുപാട് തരുന്നായിരുന്നു. ആ ഡയറി ഇപ്പോഴും ഉണ്ടോ? അതാ പഴയ സാധനം കൂട്ടി വെച്ചിരിക്കുന്നതിന്റെ എവിടെയെങ്കിലും കാണും. നീ എന്താ അത് തരാൻ പോവാണോ? എറിയുന്നതിൽ തെറ്റൊന്നും ഇല്ലല്ലോ. എന്തായാലും പാത്തു വരട്ടെ, അവളെ കൂട്ടിക്കൊണ്ടുപോയി ഒന്ന് അന്വേഷിക്കാം. അതെ ചേച്ചി, നിധിയൊക്കെ കിട്ടുന്നതൊക്കെ കൊള്ളാം. സഹായിച്ചതിന് എനിക്കും വേണം ഒരു വീതം. അതിനിവിടെ നിധി ഉണ്ടെന്ന് ആര് പറഞ്ഞ്? ഒരു കഥ കേട്ടപ്പോൾ നമ്മൾ അന്വേഷിക്കാന്ന് വെച്ച്. ബാ. അല്ല ചേച്ചി, ഇവിടുത്തെ പഴയ കെട്ടിടം 2 കൊല്ലം മുമ്പ് എന്തോ തർക്കത്തിൽ പൊളിച്ചു മാറ്റിയതല്ലായിരുന്നോ? അത് ശരിയാ, ഞാനത് ഓർത്തില്ലടി. അടിപൊളി, വാ പോവാം. കെട്ടിടം പോയിന്ന് വെച്ച് സ്ഥാനം മാറിയിട്ടില്ലല്ലോ. ഡയറിയിൽ പറഞ്ഞത് പ്രകാരം കെട്ടിടത്തിൻ്റെ കിഴക്കേ താഴികക്കുടത്തിൻ്റെ നിഴൽ വീഴുന്നിടത്താണ് നിധിയത്രേ. നമുക്കൊന്ന് നോക്കാം. പക്ഷെ ചേച്ചി, പണ്ട് സാറിൻ്റെ അച്ഛൻ കെട്ടിടം ഉള്ളപ്പോൾ തന്നെ ഒരു വട്ടം നിധിക്ക് വേണ്ടി നിഴലൊക്കെ നോക്കി കുഴിച്ചതല്ലേ, എനിക്കൊന്നും കിട്ടിയില്ലല്ലോ. അമ്മുമ്മ സ്വർണം കുഴിച്ചിട്ടത് ഇവിടുത്തെ അടുത്തുള്ള അമ്പലത്തിലെ ഉത്സവത്തലേന്നായിരുന്നു. അതെല്ലാ കൊല്ലവും ഇടവമാസത്തിലെ അവസാന ഞായറാഴ്ചയല്ലേ നടത്തുന്നത്. അഥവാ അമ്മുമ്മ കുഴിച്ചിട്ട സമയം ജൂണിലെ ഒരു വൈകുന്നേരമായിരുന്നു എങ്കിൽ സൂര്യൻ്റെ സ്ഥാനത്തിലുള്ള മാറ്റമനുസരിച്ച് ഈ താഴികക്കുടത്തിൻ്റെ നിഴൽ ജൂണിൽ കിഴക്ക് നിന്ന് ഒരൽപ്പം തെക്കോട്ടേക്ക് നിൽക്കും, ഡിസംബറിൽ കിഴക്ക് നിന്ന് വടക്കോട്ടേക്കും. മാത്രവുമല്ല, ഡിസംബറിൽ നിഴലിന് നീളവും കൂടുതലായിരിക്കും. അച്ഛൻ കുഴിച്ചു നോക്കിയ സ്ഥലം ശരിയായിരിക്കണമെന്നില്ല. രാജു പറഞ്ഞത് അച്ഛൻ ക്രിസ്മസ് സമയത്താണ് അന്വേഷിക്കാൻ പോയതെന്ന്, അതായത് ഡിസംബറിൽ. അമ്മൂമ്മ സ്വർണം കുഴിച്ചിട്ടത് ഇവിടെ അടുത്തുള്ള ക്ഷേത്രത്തിലെ ഉത്സവത്തലേന്നാണ്. അതെല്ലാ കൊല്ലവും ഇടവമാസത്തിലെ അവസാന ഞായറാഴ്ചയാണ് നടക്കുന്നത്. അമ്മൂമ്മ കുഴിച്ചിട്ട സമയം ജൂണിലെ ഒരു വൈകുന്നേരമാണെങ്കിൽ സൂര്യൻ്റെ സ്ഥാനത്തിനുള്ള വ്യത്യാസം അനുസരിച്ച് കിഴക്ക് നിന്ന് തെക്കോട്ടേക്കായിരിക്കും. പക്ഷേ അത് ഡിസംബറിൽ കിഴക്ക് നിന്ന് വടക്കോട്ടേക്കും. ജൂണിൽ താഴികക്കുടത്തിൻ്റെ നിഴൽ എവിടെ വീഴുമെന്ന് നമുക്ക് കണക്ക് കൂട്ടിയാൽ മതി. ഇവിടായിട്ട് പോയി ഇവിടെ കുഴിച്ച്. എല്ലാം അവസാനിച്ചു. എന്നിട്ട് എന്തായി ടീച്ചർ, കള്ളനെ പിടിച്ചോ? ആ കള്ളനെയൊക്കെ പിടിച്ചു. കളഞ്ഞുപോയ പണമൊക്കെ തിരികെ കിട്ടുകയും ചെയ്തു. എനിക്ക് ആ കഥയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം നിധി തെരഞ്ഞു പോയതാണ്. അപ്പോൾ മാത്സ് ഉപയോഗിച്ച് നമുക്ക് നിധിയെ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ ടീച്ചറെ? ചിലപ്പോൾ കഴിഞ്ഞേക്കും. പക്ഷേ ഇതൊക്കെ അപൂർവം മാത്രമാണ്. ഇതിലൊന്നും ഒതുങ്ങി നിൽക്കുന്നതല്ല കണക്ക്. ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ കഥയിൽ സ്വർണം കണ്ടെത്താൻ പറ്റിയത് കൃത്യമായ അളവുകളെല്ലാം രേഖപ്പെടുത്താൻ കഴിഞ്ഞതുകൊണ്ടാണ്. വെയിൽ, മഴ, കാറ്റ് ഇതെല്ലാം നമ്മൾ കാണുന്നുമുണ്ട്, അനുഭവിക്കുന്നുമുണ്ട്. ഇതിലെല്ലാം എന്തുമാത്രം കണക്ക് ഒളിച്ചിരിപ്പുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഇപ്പം തന്നെ നിങ്ങൾ ചോദിച്ചില്ലേ സൈനും കോസും ടാനും ഒക്കെ എന്തിനാ ഉപയോഗിക്കുന്നതെന്ന്. പക്ഷേ നമ്മൾ കാണുന്നതിലും കേൾക്കുന്നതിലും അനുഭവിക്കുന്നതിലുമെല്ലാം സൈനും കോസും ഒക്കെ ഉണ്ട് എന്നതാണ് വാസ്തവം. ഇപ്പോൾ നിങ്ങളുടെ സംശയമൊക്കെ മാറിയോ എന്തിനാ കണക്ക് ഉപയോഗിക്കുന്നതെന്ന്? എന്നാൽ നമുക്ക് ബാക്കി പഠിച്ചാലോ?